സൂര്യകാര്യത്തിൽ കൂടി ചെയ്യുന്നു. സൂര്യ, ചാത്തന്നൂർ എല്ലാ മണ്ഡലങ്ങളിലും ഈ പറഞ്ഞ UDF അനുകൂല ട്രെൻഡ് ഉണ്ടായിരുന്നു, അതിൽ തർക്കമില്ല. അതേപോലെ ചാത്തന്നൂർ അതിൻ്റെ ഗുണം കിട്ടുന്നത് BJPക്കാണ് എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ പിഴവ്, CPIക്കകത്തെ മാരകമായ പ്രവർത്തന മാന്ദ്യം, CPIയുടെ കുത്തക മണ്ഡലമാണല്ലോ അത്. അപ്പോൾ അതിൻ്റെ പരാജയ കാരണങ്ങൾ യഥാർത്ഥത്തിൽ CPI വിലയിരുത്താത്തതാണോ അതോ നമ്മളോട് പുറത്ത് പറയാത്തതാണോ സൂര്യ? ഹാഷ്മി, CPIഎമ്മിന്റെ സംസ്ഥാന സമിതി അംഗീകരിച്ച റിവ്യൂ റിപ്പോർട്ടിലാണ് ചാത്തന്നൂരിലും ചടയമംഗലത്തിലും ഈ പരാജയ കാരണം അത് CPI തന്നെയാണ് പരാജയപ്പെടുത്തിയതെന്നുള്ള ഒരു വിലയിരുത്തലുള്ളത്. ഈ ചടയമംഗലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് ട്രെൻഡ് ഉണ്ടായാലും കൈവിട്ടു പോകില്ല എന്ന് LDF കരുതിയിരുന്ന CPIയുടെ ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മണ്ഡലമായിരുന്നു ചാത്തന്നൂർ. ചാത്തന്നൂരിൽ ഒരു തരത്തിലും പരാജയ ഭയം ഈ CPIക്കും അതുപോലെ തന്നെ LDFനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഫലം പുറത്തു വന്നപ്പോൾ അത് തിരിച്ചായിരുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ ചാത്തന്നൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ CPIക്ക് വലിയ സ്വാധീനമുള്ള, കഴിഞ്ഞ തുടർച്ചയായിട്ട് ജയലാൽ വിജയിച്ചു വരുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു. ചാത്തന്നൂരിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു വോട്ട് കൂടുതൽ BJP ഒരുപക്ഷെ പിടിച്ചിരുന്നാലും ഫലം പുറത്തു വരുമ്പോൾ അത് CPIക്ക് അനുകൂലമായിരിക്കുമെന്നുള്ള വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ റിവ്യൂ റിപ്പോർട്ടിൽ പരാജയപ്പെടാനുള്ള കാരണം അത് CPI തന്നെയാണെന്ന് പറയുമ്പോഴും CPI നേതാക്കൾ അത് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ രാജേന്ദ്രൻ പറയുന്നത് പൊതുവിൽ ഒരു വിലയിരുത്തിയാലും CPI അത് തള്ളിയാലും എന്ത് വിലയിരുത്തൽ ഉണ്ടായാലും ഇല്ലെങ്കിലും അവിടെ ഉണ്ടാവുന്നത് CPIയുടെ കുത്തക മണ്ഡലമായിരുന്നു. കുത്തക മണ്ഡലത്തിൽ BJP ജയിക്കുന്നു എന്നുള്ളതാണ്. അതിനിപ്പോൾ ആരെങ്ങനെയൊക്കെ വിലയിരുത്തിയാലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.